ഹലോ എവരിവൺ, എല്ലാവർക്കും ക്ലോവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 5ാം ക്ലാസ് ഹിന്ദിയിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ കവിതയായ ധൂപ് ആ ഗയി മനസ്സിലാക്കാം. ഇക്കായി 1 യൂണിറ്റ് 1 ദുലാരെ പൽ. ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. പ്രയാഗ് ശുക്ല എഴുതിയ ഒരു ചെറിയ കവിതയാണ് ധൂപ് ആ ഗയി. ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം. ആ ഗയി വന്നു, വെയിൽ വന്നു. നമുക്ക് ഈ കവിത വായിച്ച് ഓരോരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ധൂപ് ആ ഗയി സുബഹ സുബഹ കി കലിയാ പ്യാരി പ്യാരി മെഹക്കി, കലിയാ ക്യാരി ക്യാരി മെഹക്കി, കലിയാ ഇത്തനി സാരി മെഹക്കി. ധൂപ് ആ ഗയി വെയിൽ വന്നു. സുബഹ സുബഹ കി രാവിലെ തന്നെയുള്ള, സുബഹ എന്ന് പറഞ്ഞാൽ രാവിലെ, രാവിലെ തന്നെയുള്ള വെയിൽ വന്നു അല്ലെങ്കിൽ സൂര്യപ്രകാശം വന്നു. കലിയ പ്യാരി പ്യാരി മെഹക്കി, കലിയ, കലി എന്ന് പറഞ്ഞാൽ എന്താണ്? കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ട്. കലിയ എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ, അതായത് ബഹുവചനമാണ്. കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ട്, കലിയ മൊട്ടുകൾ, പൂമൊട്ടുകൾ. പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ മനോഹരമായ. മെഹക്കി, മെഹക്കി എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തി, അതായത് മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പരത്തി. കലിയ ക്യാരി ക്യാരി മെഹക്കി, കലിയ പൂമൊട്ടുകൾ, ക്യാരി ക്യാരി, ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂത്തടം, അതായത് ഒരുപാട് പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്ന സ്ഥലം, പൂത്തടം. പൂത്തടം, ഓരോരോ പൂത്തടവും മെഹക്കി സുഗന്ധം പരത്തി. മെഹക്കി എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തി. കലിയ ഇത്തനി സാരി മെഹക്കി, കലിയ മൊട്ടുകൾ, പൂമൊട്ടുകൾ, ഇത്തനി സാരി, ഇത്തനി ഇത്രയധികം, ഇത്തനി സാരി ഇത്രയധികം, മെഹക്കി എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തി, ഇത്രയധികം പൂമൊട്ടുകൾ സുഗന്ധം പരത്തി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ, ആ ഗയി വന്നു. ആന എന്ന് പറഞ്ഞാൽ വരിക, ആന വരിക. ആ ഗയി എന്ന് പറഞ്ഞാൽ വന്നു, ആ ഗയി വന്നു. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, കലി പൂമൊട്ട്, കലിയ പൂമൊട്ടുകൾ, പ്യാരി പ്യാരി മനോഹരമായ, മെഹക്കി സുഗന്ധം പരത്തി. പിന്നെ ക്യാരി എന്ന് പറയുന്നത് പൂത്തടം. ഇത്തനി സാരി എന്ന് പറഞ്ഞാൽ ഇത്രയധികം അല്ലെങ്കിൽ ഒരുപാട്. ഹവാ ബഹ രഹി ടണ്ടി ടണ്ടി ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി ഉടുത്തി ഉടുത്തി ആയി ചിടിയ ഫുദക് ഫുദക് കർ വേബി ചഹക്കി. ഹവാ ബഹ രഹി ടണ്ടി ടണ്ടി. ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. ബഹരഹി അതായത് വീശുന്നു. ബഹന എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്ന അർത്ഥവുമുണ്ട്. ഇവിടെ വീശുക, കാറ്റ് വീശുന്നു, വീശിക്കൊണ്ടിരിക്കുന്നു. ഹവാ ബഹരഹി, കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ടണ്ടി ടണ്ടി, ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി, ഘൂം രഹി അതായത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വഹ് അത്, അത് എന്ന് പറഞ്ഞാൽ കാറ്റ്, കാറ്റ്. ബഹക്കി ബഹക്കി, ബഹക്കി ബഹക്കി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് അല്ലെങ്കിൽ തത്തിക്കളിച്ചുകൊണ്ട്, സന്തോഷത്തോടെ ചാടി ചാടി അല്ലെങ്കിൽ തുള്ളിച്ചാടിക്കൊണ്ട് കാറ്റിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഘൂം രഹി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന്, പറന്ന് പറന്ന് വന്നു, പറന്നു പറന്നുകൊണ്ട് വന്നു. ചിടിയ പക്ഷികൾ, ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ. ഫുദക് ഫുദക് കർ വേബി ചഹക്കി, ഫുദക് ഫുദക് കർ ചാടി ചാടിക്കൊണ്ട്, വേബി അതായത് പക്ഷികൾ, അവർ, വേ അവർ, വേബി അവരും, ചഹക്കി ചഹക്കന എന്ന് പറഞ്ഞാൽ ചിലയ്ക്കുക, ചഹക്കി ചിലച്ചു. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, ബഹരഹി വീശിക്കൊണ്ടിരിക്കുന്നു, ടണ്ടി ടണ്ടി അതായത് തണുത്ത, ഘൂം രഹി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ബഹക്കി ബഹക്കി എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടിക്കൊണ്ട്, സന്തോഷത്തോടെ ചാടി ചാടിക്കൊണ്ട് അല്ലെങ്കിൽ തത്തിക്കളിച്ചുകൊണ്ട്. ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്നുകൊണ്ട്, ആയി ഉടുത്തി ഉടുത്തി പറന്നു പറന്ന്, ആയി വന്നു, ചിടിയ പക്ഷികൾ.
ഫുദക് ഫുദക് കർ എന്ന് പറഞ്ഞാൽ ചാടി ചാടിക്കൊണ്ട്. വേ അവർ, വേ ബി അവരും. ചെഹക്കി ചിലച്ചു. ചെഹക്ന എന്ന് പറഞ്ഞാൽ ചിലയ്ക്കുക. മിൽക്കർ ഗായേ ഒരുമിച്ച് പാടാം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की कलियाँ प्यारी प्यारी महकी, कलियाँ क्यारी क्यारी महकी, कलियाँ इतनी सारी महकी. हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. രംഗ് ഭരേ കളറ് നിറയ്ക്കൂ. രംഗ് എന്ന് പറഞ്ഞാൽ നിറം, കളർ. ഭരേ നിറയ്ക്കൂ. ഇതെന്തിൻ്റെ പിക്ചറാണ്? ഒരു പൂമൊട്ടാണ് അല്ലേ? അപ്പോൾ പൂമൊട്ടിന് എന്താണ് പറയുക ഹിന്ദിയിൽ? കലി. യഹ് കലി ഹെ, ഇത് പൂമൊട്ടാണ്, ഇത് മുട്ടാണ്. ഇതിന് നിങ്ങൾ നിറം കൊടുക്കണം, നിങ്ങൾക്കിഷ്ടമുള്ള നിറം കൊടുക്കണം. കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ട്. അതേപോലെ ഇതെന്താണ്? യഹ് ചിടിയ ഹെ, ഇത് പക്ഷിയാണ്. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, ചിടിയ പക്ഷി, ഇത് പക്ഷിയാണ്. ഇവിടെ ഇത് പൂമൊട്ടാണ്, ഇത് മൊട്ട് ആണ്, പൂമൊട്ട് ആണ്. അടുത്തത് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതേത് കളറാണ്? ലാൽ. റെഡിന് എന്താണ് പറയുക? ലാൽ. ഗ്രീനിന് ഹര, ബ്ലാക്കിന് കാല, ബ്ലൂവിന് നീല. ലാൽ, ഹര, കാല, നീല. അടുത്തത് എന്താണ്? ശബ്ദ് പെഹചാനെ കവിതാമേ രേഖാങ്കിത് കരേ. ശബ്ദ് എന്ന് പറഞ്ഞാൽ വാക്ക്. ഇവിടെ ബലൂൺസിൽ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പെഹചാനെ മനസ്സിലാക്കൂ. പെഹചാന എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക. കവിതാമേ രേഖാങ്കിത് കരേ. എന്നിട്ട് ഈ വാക്കുകൾ കവിതയിലുണ്ട്, അവിടെ നിങ്ങൾ അടിയിൽ വരയ്ക്കണം, വാക്കുകളുടെ അടിയിൽ വരയ്ക്കണം. ഏതൊക്കെ വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്? കലിയ. കലിയ എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ. ക്യാരി പൂത്തടം, ഹവ കാറ്റ്, ചിടിയ പക്ഷി. ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ, ധൂപ്പ് വെയിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം. അപ്പോൾ ഈ വാക്കുകൾ നമുക്ക് കവിതയിൽ നോക്കാം. കലിയ, കലിയ, ഇതാ കലിയ. പിന്നെ ക്യാരി, ക്യാരി. ഹവ, ചിടിയ, ധൂപ്പ്.